ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് റെഡ്മി K30 എന്ന സ്മാർട്ട് ഫോണാണ്. റെഡ്മി K20 ആൻഡ് K20 Pro സ്മാർട്ട് ഫോൺ ഇറങ്ങിയിട്ട് ഒരുപാടായി. ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് റെഡ്മി K30യും K30 Proയും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ K30 ആണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാൻ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്ത് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി അമർത്തുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് നമുക്ക് 6.66 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. IPS LCD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. പിന്നെ നമ്മൾ ഹോണർ V30 Pro ഒക്കെ കണ്ട പോലെ തന്നെ ആ ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡുവൽ ക്യാമറയാണ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ ലഭിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 120 Hz റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. വളരെ മികച്ചൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ പ്രൊട്ടക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോറില്ല ഗ്ലാസ് 5 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 730G ഒക്ടാകോർ പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഒപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് Android 10 കസ്റ്റമൈസ്ഡ് MIUI 11 ആണ് വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 6GB RAM ആൻഡ് 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ് ബേസ് വേരിയൻറ്റ് വരുന്നത്. പിന്നെ നമുക്കിതിൽ 5G സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. ക്യാമറയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. ഫസ്റ്റ് നമുക്കൊരു 64 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസർ ഉണ്ട്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. രണ്ടാമതായിട്ട് 13 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് കാണാം. പിന്നെ നമുക്ക് 8 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസർ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ LED ഫ്ലാഷും നമുക്ക് റിയർ സൈഡിൽ കാണാം. സെൽഫി ക്യാമറയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് 20 മെഗാപിക്സലിൻ്റെ f2.2 അപ്പർച്ചറോട് കൂടി വരുന്ന മെയിൻ സെൻസറാണുള്ളത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും നമുക്ക് കാണാം. സെൽഫി ക്യാമറ നമുക്ക് ഡിസ്പ്ലേയുടെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4500 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. ഒപ്പം 27 വോട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ USB Type-C പോർട്ടാണ് ലഭിക്കുന്നത്. ഒപ്പം നമുക്ക് 3.5mm ഓഡിയോ ജാക്കും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലെ ഫിംഗർ പ്രിൻറ്റ് സൈഡിലാണ് വരുന്നത്. ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ റെഡ്മി K30 എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസും ഒപ്പം ലോഞ്ചിങ് ഡേറ്റുമാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 25,000 രൂപയാണ് ബേസ് വേരിയൻറ്റിന്. ഒപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ചിങ് ഡേറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് December 10th ആണ്. ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ റെഡ്മി K30 എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. നമ്മൾ പ്രോ വേർഷൻ ഉടനെ തന്നെ നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. ഒപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പുറത്ത് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.